വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് പൂക്കാട്ടുപടിയിൽ ബസ് റൂട്ടിൽ നിന്ന് വെറും 350 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ഗേറ്റഡ് വില്ല പ്രൊജക്റ്റിനുള്ളിലെ ഒരു വില്ല പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 4 വില്ലകളാണ് ഇവിടെ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഒരു വീടിൻ്റെ വിശേഷമാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. 3 സെൻറ്റ് 200 ലിങ്സ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും സഹിതമാണ് ഈ ഒരു വീട് വരുന്നത്. അതുപോലെ തന്നെ 2 കാർ പാർക്കിംഗ് സ്പേസും അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് ബസ് റൂട്ടിലേക്ക് 350 മീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും കാക്കനാടേക്ക് 12 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 12.5 കിലോമീറ്ററും ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്ററും ടഗ്ഡീസ് ഹോസ്പിറ്റലിലേക്ക് 1.4 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 9 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 20 കിലോമീറ്ററുമാണ് ഈ ഒരു വില്ലയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഈ വില്ലയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. 4 വില്ലകളോളമുള്ള ഈ ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിലെ വില്ലയുടെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോമ്പിനേഷൻ എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ പെയിന്റ് വർക്കുകളും സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനുമാണ് നൽകിയിരിക്കുന്നത്. 3.5 മീറ്ററോളമാണ് ഇവിടെ ഇന്റേണൽ റോഡ് വരുന്നത്. കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്ചർ പെയിന്റ് വർക്കും അതുപോലെ തന്നെ 4-വേ ലൈറ്റും സോളാർ ലൈറ്റും എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. 3.5 മീറ്ററോളം തന്നെയാണ് ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസും വരുന്നത്. ഇരുഭാഗത്തേക്കും ഫോൾഡിംഗ് ഗേറ്റാണ് നൽകിയിരിക്കുന്നത്. എലിവേഷൻ തെക്ക് ദർശനമായും മെയിൻ ഡോർ പടിഞ്ഞാറ് ദർശനമായുമുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. കവേർഡ് കാർ പാർക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 16.5 അടി നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഇന്റർലോക്ക് കട്ടകളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. കൂടാതെ ഈ ഒരു സൈഡിലായിട്ട് പ്ലാന്റർ ബോക്സ് നൽകി നാച്ചുറൽ പ്ലാന്റും അതുപോലെ തന്നെ KW വാട്ടർ കണക്ഷൻ്റെ ടാപ്പ് പോയിന്റും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വീടിൻ്റെ ഫ്രണ്ട് സൈഡായ സൗത്ത് സൈഡിലേക്ക് വരുമ്പോൾ 8 അടിയിലേറെയാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനായിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കോമൺ കിണർ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടും പ്ലാന്റർ ബോക്സ് ഒക്കെ നൽകി നാച്ചുറൽ പ്ലാന്റ്സ് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെ എല്ലാം തന്നെ മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസാണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് വരുന്നത്. കൂടാതെ ഈ സൈഡിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 അടിയിലേറെയാണ് വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും മെറ്റൽ ചിപ്സാണ് വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ 4 സൈഡും അത്യാവശ്യം സ്പേസ് നൽകിയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 അടിയിലേറെയാണ് വിട്ട് വരുന്നത്. ഇന്റർലോക്ക് കട്ടകളും മെറ്റൽ ചിപ്സുമാണ് ഈ ഒരു ഭാഗത്തും വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് ഫുള്ളി നാനോ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 2 ചെയർ ഇടാനുള്ള സ്പേസും നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 10.5 അടിയോളം നീളവും 8.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റിനുള്ള സ്പേസ് വരുന്നത്. ബാക്ക് സൈഡ് ഫുൾ ലോവേഡ് ഡിസൈനിലുള്ള പാനലിംഗ് ഒക്കെ ചെയ്ത് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിയാണ് ഈ ഒരു TV യൂണിറ്റിൻ്റെ സ്പേസ് വന്നിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ലൈറ്റും ഭംഗിയുള്ളൊരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വുഡൻ ടെക്സ്ചറുള്ള ഒരു പാനലിംഗ് ഒക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സൈഡിലായിട്ട് ഡക്ക സ്പേസും എല്ലാം നൽകിയിട്ടുണ്ട്. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് സൗത്തിലേക്ക് ഒരു 2 ഡോർ വിൻഡോ നൽകിയിട്ടുണ്ട്. വിൻഡോ ഫ്രെയിംസ് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. 15 അടിയിലേറെ നീളവും 8.5 അടി വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നോർത്തിലേക്കും ഒരു 3 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വുഡൻ വീഡിങ്ങും സിലിണ്ടറിക്കൽ ലൈറ്റും ഭംഗിയുള്ളൊരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. കൂടാതെ ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിനോട് ചേർന്ന ഒരു കോർണറിലേക്ക് മാറിയാണ് നമ്മുടെ വാഷ് കൗണ്ടർ വരുന്നത്. വാഷ് കൗണ്ടർ ഫിറ്റിംഗ്സ് ഇനി വരാനായിട്ടുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സ് ആയിരിക്കും വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസും സൈഡിലും ബാക്കിലും എല്ലാം തന്നെ ലൂവേഡ് ഡിസൈനുള്ള പാനലിംഗുമാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ വീഗാർഡിൻ്റെ വയേഴ്സും വീഗാർഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണുള്ള ടൈലാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് ചെറിയൊരു കൗണ്ടർ സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ബാക്ക് സൈഡിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. സൈഡിലായിട്ട് ഡക്ക സ്പേസ് വരുന്നുണ്ട്. അതിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. മുകളിൽ പാനലിംഗ് ഉണ്ട്. ആ പാനലിംഗ് സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. 2 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസും ഓപ്പൺ ബോക്സും എല്ലാം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈസ്റ്റിലേക്കും
നോർത്തിലേക്ക് വിൻഡോകൾ നൽകിയിട്ടുണ്ട്. കൗണ്ടർ സ്പേസ് ആയിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. സിങ്കിൻ്റെയും ടാപ്പിൻ്റെയും ഒക്കെ ഫിറ്റിംഗ്സിന് വരാനായിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ലൈറ്റ്സും സീലിംഗ് ഫാനും ഈ ഒരു കിച്ചണിലും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 15 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും സൗത്തിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് മൊത്തം ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ലൈറ്റും ഭംഗിയുള്ളൊരു സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. ഇനി ഫിറ്റിംഗ്സ് കൂടി വരാനായിട്ടുണ്ട്. വാൾ മൗണ്ട് ആയിട്ടുള്ള വാട്ടർ ക്ലോസറ്റ് ആണ് വരുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പോസ്റ്റ് ഫാൻ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വീടിൻ്റെ സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്തായിട്ട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡൻ ടെക്സ്റ്റിലുള്ള മാറ്റ് ഫിനിഷ് ടൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ MS-ലാണ് വരുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ സൗത്തിലേക്ക് ഒരു പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോ കൂടി വരുന്നുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ സ്റ്റെയറിൻ്റെ പോർഷനിൽ സീലിംഗിലായിട്ട് ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും സിലിണ്ടറിക്കൽ ലൈറ്റും ഭംഗിയുള്ളൊരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് TV യൂട്ടിനുള്ളൊരു സ്പേസ് വരുന്നുണ്ട്. ഇവിടെയും ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ആണ് ഈ ഫുൾ വാളിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 20 അടിയോളം നീളവും 9.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയും അതേപോലെ തന്നെ സൗത്തിലേക്കും 2 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. വിൻഡോസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ലൈറ്റും ഭംഗിയുള്ള സീലിംഗ് ഫാനുമാണ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി 2 ഡോറിൻ്റെ ഒരു വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും ഡക്ക സ്പേസും വരുന്നുണ്ട്. ഇതുകൂടാതെ ഈ വിൻഡോയോട് ചേർന്ന് ഒരു സ്റ്റോറേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരാൻ പോകുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 10.5 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 2 ഡോർ വിൻഡോയും അതുപോലെ തന്നെ വെസ്റ്റിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ ഫ്രെയിംസ് എല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ലാപ്ടോപ്പ് ടേബിളും ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ബാൽക്കണിയിലേക്ക് ഒരു ഓപ്പണിംഗ് കൂടിയുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ലൈറ്റും സീലിംഗ് ഫാനുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ഇവിടെയും സെറയുടെ ഫിറ്റിംഗ്സ് ആണ് വരാൻ പോകുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു യൂട്ടിലിറ്റീസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നോർത്തിലേക്ക് ഒരു ഗ്രിൽ വിൻഡോ കൂടി വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ അവസാന ഭാഗമായ ബാൽക്കണി വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് ലഭിക്കുന്നത്. ഹാൻഡ് റെയിൽ MS-ലാണ് വന്നിരിക്കുന്നത്. 3 സെന്റ് 200 ലിങ്സ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും 2 കാർ പാർക്കിംഗ് സഹിതമുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്നത് 65 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വിലയ്ക്ക് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വില്ലകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും വില്ലകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.